السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട കലാപ്രതിഭകളെ, സ്പാരൻസ് അറ്റ് 3.0യുടെ ധർമ്മധന്യമായ ഈ വേദിയിൽ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പുസ്തകങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്ന മികച്ച ചങ്ങാതിമാരാണ്. നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കി എത്ര സംഘർഷഭരിതമാണെങ്കിലും മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോകാൻ പുസ്തകങ്ങൾ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയും. പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും കൂടുതൽ വെളിച്ചമുള്ളതാക്കും. ഈ ലോകത്തെ ഒട്ടനേകം ജീവിതങ്ങളെയും സംസ്കാരങ്ങളെയും അറിയാനും അനുഭവിക്കാനും പുസ്തകങ്ങളുടെയും വായനയിലൂടെയും നമുക്ക് കഴിയും. കുട്ടനാടിൻ്റെ ജീവിതവും സംസ്കൃതിയും തകയിലൂടെ എത്ര ഹൃദ്യമായാണ് നാം അനുഭവിക്കുന്നത്. ഗ്രബിയൽ മാർക്കോസിലൂടെ ലാറ്റിൻ അമേരിക്ക ജീവിതങ്ങളും സാഹചര്യങ്ങളും നമ്മളിങ്ങനെ കൺമുന്നിൽ കാണുന്നു. എൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഒരു 13-കാരിയായിത്തീരുന്നു. ആ കൊച്ചു പെൺകുട്ടി യുദ്ധമുഖത്ത് അനുഭവിച്ച സംഘർഷങ്ങൾ അതേ അളവിൽ നമ്മളും അനുഭവിക്കുന്നു. നന്മയിലേക്ക് കൈപിടിക്കുന്നവനാണല്ലോ യഥാർത്ഥ കൂട്ടുകാരൻ. പുസ്തകവും വായനയുമൊക്കെ തിരിച്ചറിയുന്ന പുതിയ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തും. ഒരു മനുഷ്യനാകുന്നതും മാലാഖയോളം ഉയരുന്നതും വിജ്ഞാനമാണെങ്കിൽ അതിലെ ഒരു സ്രോതസ്സാണ് പുസ്തകം. മറ്റിതര ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാന ഘടകം അറിവ് ശേഖരണവും അതിൻ്റെ പ്രയോഗവുമാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അറിവിൻ്റെ പ്രാധാന്യത്തെ ഇത്ര ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനും വിരൽ ചൂണ്ടുന്നത് ജ്ഞാനശേഖരണത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് തന്നെയാണ്. അറിവ് മനുഷ്യന് ചിറക് നൽകുമെന്ന ബർണാഡ് ഷായുടെ പ്രയോഗവും പ്രസക്തമാണ്. മാനവികതയുടെ ശവപ്പറമ്പായിരുന്ന അറേബ്യ അത്യുന്നത മൂല്യങ്ങളുടെ മാതൃകാ പൂന്തോപ്പാക്കി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൂടെയായിരുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരെ ചൂഷണം ചെയ്തു തടിച്ചു കൊയ്ത്ത വിവിധ വ്യവസ്ഥിതികളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം വളർന്നതും നിലനിന്നതും മനുഷ്യരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അക്രമകാരികളായ അത്തരം ഭരണകൂടവും ഭരണാധികാരികളും നിരാകരിച്ചതിൻ്റെ കാരണം പുസ്തകവും വായനയുമൊക്കെ വിമോചനത്തിലേക്ക് നയിക്കുമെന്ന ഉൾഭയം കൊണ്ടായിരുന്നു. പുസ്തകശാലകളും പഠന കേന്ദ്രങ്ങളും ഇത്തരം അക്രമകാരികൾ അഗ്നിക്കിരയാക്കിയതിൻ്റെ പിന്നാമ്പുറവും മറ്റൊന്നല്ല. എത്ര ശക്തനാണെങ്കിലും അറിവിനോളം ഒന്നും ശക്തമല്ല എന്നതിന് നിരവധി ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. അനീതിയുടെയും അപരവിദ്വേഷത്തിൻ്റെയും ഇരുൾ മൂടിയ ലോകത്ത് നിന്ന് നീതിബോധത്തിൻ്റെ സ്നേഹ സൗഹാർദ്ദ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ നിക്ഷയം പുസ്തകങ്ങളിലൂടെയും വായനയിലൂടെയും നമുക്ക് കഴിയും. വ്യത്യസ്ത കാലയളവിൽ ലോകത്ത് ജീവിച്ചു പോയ പണ്ഡിതർ ലോകത്തെ മാറ്റിമറിച്ചത് അറിവും പാണ്ഡിത്യവും കൊണ്ടായിരുന്നു. നമ്മുടെ മുഴുവൻ വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യ ദൗത്യം നിറവേറ്റാനുള്ളതാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ ഉയരങ്ങളുടെ പുതിയ ആകാശത്തിലേക്ക് നമുക്ക് പറക്കാൻ കഴിയുകയുള്ളൂ. പുസ്തകവും വായനയുമൊക്കെ നമ്മുടെ മനസ്സിൽ നന്മയുടെ പ്രകാശം പോയിക്കും. വിജ്ഞാനം കൊണ്ട് ഹൃദയം പ്രകാശിപ്പിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന ഇമാം ഗസാലി റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ ഇത്ര പ്രസക്തമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് നിറവേറ്റാൻ വലിയ ദൗത്യങ്ങളുണ്ട്. അറിവ് നേടി സമൂഹത്തിലെ അധർമ്മകാരികളെ തിരുത്തുന്ന ഒരു സംഘം എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുന്നില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തെ നാം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. നന്നായി പഠിക്കാനും വായിക്കാനും അതെല്ലാം നന്മയുടെ വേണ്ടി പ്രയോഗിക്കാനും നമ്മുടെ കൂട്ടുകാരെ വഴി നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർക്കെല്ലാം സ്നേഹമുള്ള അഭിവാദ്യങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.